ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രയും ചന്ദ്രയുടെ ഫ്രണ്ടായ ലാലിയും കൂടി കാറിൽ അങ്ങനെ പോവുകയാണ്. ആ സമയത്താണ് അച്ചു വഴിയിൽ വെച്ച് വണ്ടികളെല്ലാം തടുത്ത് തന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. ആ സമയത്ത് ചന്ദ്ര അച്ചുവിനെ കണ്ട് പറയുന്നുണ്ട് ലാലിയോട്, നീ എന്തായാലും വണ്ടി ഒന്ന് സൈഡാക്ക്, അച്ചുവിനോട് കുറച്ച് സംസാരിച്ചിട്ട് പോവാനുണ്ട് എനിക്ക് എന്നങ്ങനെ പറഞ്ഞ് ചന്ദ്രയും ലാലിയും കൂടി അച്ചുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് അച്ചുവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാടാ ഇവിടെ ഇങ്ങനെ വെയിലുകൊണ്ട് നിൽക്കുന്നത്? നിനക്ക് ഓഫീസിൽ ഇരുന്നാൽ പോരെ? അതൊക്കെ പോട്ടെ, നിന്റെ ഏട്ടന്റെ ജാമ്യം തള്ളിപ്പോയല്ലോ നെല്ലിമറ്റ ഫിനാൻസ് കേസില്. അപ്പൊ പിന്നെ ഇന്ന് നിനക്ക് മുകുന്ദനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നീ നിന്റെ ജോലി ചെയ്യണം. ഈ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ നിന്റെ തൊപ്പിയാണ് തെറിക്കുന്നത്. നീ നല്ലൊരു പോലീസുകാരനാണെന്ന് എല്ലാവരെയും തെളിയിക്കണം. സ്വന്തം സഹോദരനെ പോലും മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്താൽ നിനക്കാണ് നിന്റെ ജോലിയിൽ പേര് കിട്ടുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാൻ നിനക്ക് പാരുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറഞ്ഞതെന്ന് ചന്ദ്ര അങ്ങനെ അച്ചുവിനോട് പറയാണ്. ഇത് കേട്ട് അച്ചു പറയുന്നുണ്ട്, ബാട്ടിലെ മുകുന്ദനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചന്ദ്രേച്ചിക്ക് ഇത്ര നിർബന്ധമാണോ? നെല്ലിമറ്റ ഫിനാൻസ് കേസിലെ പ്രതിയെ ഞാൻ എന്തായാലും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ അച്ചു പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അത് മതി, വളരെ നല്ല കാര്യമാണ്, എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ലാലിയെയും വിളിച്ചുകൊണ്ട് ചന്ദ്ര അവിടുന്ന് പോവാനായി നിൽക്കുമ്പോ അച്ചു പറയുന്നുണ്ടോ, ഒന്നവിടെ നിന്നേ, ഇത് ആരുടെയാണ് വണ്ടിയെന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ, ഇത് ലാലിയാണ്, ലാലിയുടെ വണ്ടിയാണത്, ഇത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് ആണെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോ അച്ചു ലാലിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണോ എന്ന്. ലാലിയപ്പ പറയുന്നുണ്ട്, ഓക്കെ ആയിരിക്കണമെന്ന് ഒന്ന് സംശയത്തോടെ പറയുകയാണ്. അച്ചുപ്പോ പറയുന്നുണ്ട്, ഓക്കെ ആയിരിക്കണമെന്നോ, നിങ്ങൾ എന്തായാലും പോയി നിങ്ങളുടെ വണ്ടിയിലെ പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ട് വായോ എന്ന് പറയാണ്. ലാലിയാണെങ്കിൽ ആകെ ടെൻഷനായിക്കൊണ്ട് ചന്ദ്രയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്ര ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നിർത്തിയത് പാരയായി, വണ്ടിയുടെ ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്തിട്ടില്ല എന്ന് ലാലി അങ്ങനെ പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ആണോ, ശരി, എന്തായാലും കുഴപ്പമില്ല, അച്ചു അല്ലേ, ഞാൻ സംസാരിച്ചോളാം അവനോട്, എന്തായാലും പോയി ആ പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ട് വായോ എന്ന് പറയാണ്. ലാലി അപ്പൊ തന്നെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോയിരുന്നുണ്ട്. അങ്ങനെ ലാലി ആ പേപ്പേഴ്സ് കൊണ്ടുപോയി അച്ചുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് അച്ചു പറയുന്നുണ്ട്, ഇതിന്റെ ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്തിട്ടില്ലല്ലോ, വണ്ടിയായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട്, ഇൻഷുറൻസ് പുതുക്കാൻ ഞാൻ മറന്നുപോയി എന്ന്. അച്ചു ഇപ്പൊ പറയുന്നുണ്ട്, ബാക്കിയുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ ഒരു മറവിയും വരുത്താറില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലാലി അങ്ങനെ പരിഹസിക്കുകയാണ് അച്ചു. ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, അച്ചു ഇൻഷുറൻസ് പുതുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഇവൾ എന്തായാലും പുതുക്കിക്കോളും, അതിന്റെ പേരിൽ നീ വണ്ടിയൊക്കെ പിടിച്ചു വെക്കണോ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോയേക്കുക എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ലാലിയെ വിളിച്ചു പോവാനായി നിൽക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇവിടെ നിൽക്ക്, എന്റെ പെർമിഷൻ ഇല്ലാതെ ആ വണ്ടി അവിടെ നിന്നും ചലിക്കില്ല, നിയമം കയ്യിലെടുത്താൽ ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവും എന്നങ്ങനെ അച്ചു പറയുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഈ ചെറിയ ഇൻഷുറൻസ് തുക അടയ്ക്കുന്നതിന് ഈ എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി ഓടാൻ ഈ റോഡ് നിങ്ങളുടെ ചന്ദ്രകാന്തൻ തറവാടല്ല, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇത് നിങ്ങളുടെ വണ്ടിയല്ലല്ലോ, ഇവരുടെ അല്ലേ, നിങ്ങൾ ഇതിന് പിഴ കൊടുക്കണം, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 2000 രൂപ അടച്ചാൽ മതിയാവും, അത് അടച്ചിട്ട് വണ്ടി കൊണ്ടുപോയിക്കോ എന്ന് അച്ചു അങ്ങനെ പറയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിൽ നിന്നിട്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ശരിയാക്കി തരാം, ഒരു സ്ഥലമാറ്റം കൊണ്ട് നിന്റെ ഈ നെഗളിപ്പെല്ലാം ഞാൻ തീർത്തു തരാമെന്ന് ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം ലാലിയും ചന്ദ്രയും വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ലാലിയോട് പറയുന്നുണ്ട്, അവന് നമ്മുടെ ക്ലബിന്റെ വകയായിട്ട് സ്വീകരണം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി, നീ ഇല്ലാത്തവനെന്നും പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അതിനുശേഷം ചിന്നു ആണെങ്കിൽ അച്ചു മുകുന്ദനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉമ്മറത്തിരിക്കുകയാണ്. രമ്യ കരയുന്നതെല്ലാം ആലോചിച്ച് ചിന്നു അങ്ങനെ വേഗം ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ, ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്, എന്നോട് ദേഷ്യപ്പെടരുത്, കുഞ്ഞമ്മാവൻ മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? മുകുന്ദമാമൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം, കുഞ്ഞമ്മാവനും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്, പിന്നെ എന്തിനാണ് കുഞ്ഞമ്മാവൻ മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും കുഞ്ഞമ്മാവൻ മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്യരുത്, അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അങ്ങനെ കുഞ്ഞമ്മാവൻ ഈ വീട്ടിൽ വന്ന് മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്നൊക്കെ ചിന്നു അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അച്ചുവിനോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അച്ചു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അച്ചു തന്നെ ചിന്നുവിനോട് പറയുന്നുണ്ട്, ചിന്നു, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ കുഞ്ഞമ്മാവൻ മാത്രമല്ല, ഞാനിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടിയാണ്, എനിക്ക് എന്റെ ജോലി ചെയ്തേ മതിയാവോ, മേലുദ്യോഗസ്ഥർ പറഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും, അതിൽ എനിക്കിനി ഒന്നും ചെയ്യാനായി കഴിയില്ല, ഈ ഇപ്പോ ഇതും പറഞ്ഞ് എന്നെ
വിളിക്കരുതായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീയാണോ എന്നെ വിളിച്ച് സംസാരിക്കേണ്ടത്? ആ വീട്ടിൽ എത്രയോ മുതിർന്ന പേരുണ്ട്. നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? എന്തായാലും ഫോൺ വെക്കിയെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ മുകുന്ദന്റെ ജാമ്യം തള്ളിപ്പോയി എന്നറിഞ്ഞതും വേഗം തന്നെ ബാഗും എടുത്തുകൊണ്ട് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് കോടതിയിൽ നിന്നും വിജയ് ശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് അർച്ചനയെ കണ്ട്, നീ ഒന്ന് അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ അനിയൻ മുകുന്ദനെ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അടുത്ത 4 ദിവസം കൊണ്ട് നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാനിട്ട കുരുക്ക്, അതഴിക്കാൻ നിന്നെ കൊണ്ട് ഇനി സാധിക്കില്ല എന്നങ്ങനെ വളരെ സന്തോഷത്തോടെ വിജയ് ശങ്കർ അർച്ചനയോട് പറയാണ്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എന്റെ അനിയന്റെ ജാമ്യം നിങ്ങൾ തടഞ്ഞതുകൊണ്ട് ഒന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആവശ്യമായ ഒരു ഇടപെടലാണ് നിങ്ങളിപ്പോ നടത്തിയിരിക്കുന്നത്. എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എന്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം നീ അറിഞ്ഞാൽ പോരാ. ഇതുകൊണ്ടാണ് നിന്റെ അനിയന്റെ ജാമ്യ ഹർജി കോടതി എടുക്കാതിരുന്നത്. ഇതിന്റെ കാരണം നിനക്കറിയാമോ? കാരണം അറിയാൻ നിനക്ക് ഇത്രയും എക്സ്പീരിയൻസ് പോരാ. പണിയുമായിട്ട് ഇനിയും നീ കുറെ ദൂരം പോവാനുണ്ട് എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദന്റെ ജാമ്യ ഹർജി തടഞ്ഞ് അവനെ 4 ദിവസം ജയിലിലാക്കാമെന്ന് ഉള്ളത് നിങ്ങളുടെ സ്വപ്നമാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ ചിരിക്കുകയാണ്. എന്നിട്ട് അർച്ചനയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ പഴക്കിനാവല്ല, നിന്റെ ആത്മവിശ്വാസമാണ്. പ്രതിയും പോലീസും നിന്റെ അനിയന്മാര് തന്നെയാണ്. നടക്കില്ലെന്ന നിന്റെ അമിതമായ ആത്മവിശ്വാസം. മുകുന്ദനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണല്ലോ. ഇനി നീ എന്തൊക്കെ ഇമോഷണൽ ഡ്രാമ കളിച്ചാലും ശരി, അച്ചുവിന് മുകുന്ദനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നീ അറസ്റ്റ് തടയാനായി നീ അച്ചുവിനെ കാണാൻ പോവുകയാണെങ്കിൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇന്ന് മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ല, അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്റെ തൊപ്പി അവൻ ഊരി വെക്കേണ്ടി വരും. കൊണ്ട് അച്ചു എന്തായാലും ഇതിൽ നിന്നോ ഒഴിഞ്ഞു മാറി നിൽക്കില്ല. അവൻ നിങ്ങളുടെ വീട്ടിൽ കയറി മുകുന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവും. അങ്ങനെ വിജയ് ശങ്കർ കാട് കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, മതി നിർത്ത്. നിങ്ങൾക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ മനസ്സുകൊണ്ട് ആസ്വദിച്ചിരിക്കാം, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് റിയാലിറ്റി. വീട്ടിൽ കയറി ഏതൊരു പോലീസുകാരനും എന്റെ അനിയനെ തൊടില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിയമത്തിന്റെ ശക്തി എന്താണെന്ന് നീ ഇന്നറിയും. എന്റെ നേർക്ക് നീ ശബ്ദം ഉയർത്തിയാൽ അത് ആരും കേൾക്കാത്ത ശബ്ദമായിരിക്കും. 4 ദിവസത്തിനു ശേഷം നീ മേൽക്കോടതിയിൽ പോകുമെന്ന് എനിക്കറിയാം. അവിടെയും ഇതേ തിരിച്ചടി നിനക്ക് നേരിടേണ്ടി വരും. ഞാൻ കോടതിയിൽ കൊടുത്ത സീൽഡ് ഡോക്യുമെന്റ് എന്താണെന്നറിയാൻ നിനക്ക് ആകാംക്ഷയുണ്ടാവും. നിന്നെ കാണിക്കുന്നത് കൊണ്ട് എനിക്കൊരു ടെൻഷനുമില്ല. കാരണം ആ ഡോക്യുമെന്റിനെ മറികടക്കാൻ നിനക്കൊരിക്കലും ആവില്ല. ഇത് കണ്ടോ, ഇതാണ് ആ ഡോക്യുമെന്റ് കോപ്പി എന്ന് പറഞ്ഞ് ആ കോപ്പി എടുത്ത് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അർച്ചന അത് കണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇന്നെ കൊടുക്കുന്ന എന്തായിരിക്കും ഈ ഡോക്യുമെന്റിൽ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയും ലാലിയും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് കാറ് നിർത്തുന്നതും വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് സംസാരിച്ച് നിൽക്കുന്നതാണ് ചന്ദ്ര കാണുന്നത്. അത് കണ്ട് ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. ലാലിയപ്പോ ചന്ദ്രയോട് പറയുന്നുണ്ട്, അവര് തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ കോള് വിളിച്ചപ്പോൾ വിജയ് ശങ്കർ ഫോൺ എടുക്കാതിരുന്നത് എന്ന് പറയുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ഡിസ്കഷൻ എന്താണെന്ന് ഞാൻ നേരിട്ട് കാണുകയല്ലേ. കാഴ്ച നേരിട്ട് കാണാനായിരിക്കും ദൈവം എന്നെ ഇപ്പോ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ജിയേട്ടന്റെ തനി നിറം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. ലാലിയപ്പ പറയുന്നുണ്ട്, നീ ഒന്നുകൂടി ജയശങ്കറിനെ വിളിച്ചു നോക്ക്, ഫോൺ എടുക്കോ എന്നറിയാലോ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ഫോൺ എടുത്ത് വിജയ് ശങ്കറിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയുടെ കോള് കാണുന്നതും ദേഷ്യത്തോടെ വിജയ് ശങ്കർ ആ കോള് കട്ട് ചെയ്ത് വിടുകയാണ്. വീണ്ടും എന്നിട്ട് അർച്ചനയ്ക്ക് ആ ഡോക്യുമെന്റ് പേപ്പർ കാണിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, വിജയേട്ടൻ മനഃപൂർവ്വം എന്റെ കോള് കട്ട് ചെയ്യാണ്. ജേട്ടാ, നിങ്ങൾ ഇത്രയും അധപതിച്ചു പോയല്ലോ. അവളോട് വെറുപ്പാണെന്ന് പറഞ്ഞതെല്ലാം വെറും നുണയായിരുന്നു. അയാളെ കിളവനായി എന്നിട്ടാണ് അയാളുടെ ഒരു റൊമാൻസ്. റൊമാൻസ് ഒന്നും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾ കാണിക്കാറേയില്ല. ഈ കാര്യത്തിൽ വിജയേട്ടനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് ചന്ദ്ര അങ്ങനെ ദേഷ്യത്തോടെ പറയാണ്. പിന്നീട് വിജയ് ശങ്കർ അർച്ചനയോട് പറയുന്നുണ്ട്, ഇപ്പൊ എന്തുകൊണ്ടാണ് കോടതിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലായില്ലേ എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായി സാധിക്കില്ല. ഇത്രയും കോടതികളുണ്ടല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന ആ പേപ്പർ എടുത്ത് വിജയ് ശങ്കറിന് കൊടുത്ത് അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ശങ്കർ ആണെങ്കിൽ അർച്ചനയെ നോക്കിക്കൊണ്ട് സന്തോഷം കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്, അർച്ചന എന്തായാലും ഒന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനൊരു തിരിച്ചടി അവൾക്കുണ്ടാവുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലിരുന്നു കൊണ്ടും വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയെ തോൽപ്പിക്കാൻ പറ്റിയ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് വിജയ് ശങ്കറിനെ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര കലി തുള്ളിക്കൊണ്ട് വിജയ് ശങ്കറിന്റെ ഓഫീസിലേക്ക് വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് അർച്ചനയോട് ലാലിയോട് ഇരിക്കാൻ
പറയാനായി പറയാണ്. ചന്ദ്രേ, ഞാൻ നിന്റെ കോൾ ഇപ്പോഴോ കണ്ടത്, നിന്നെ തിരിച്ചു വിളിക്കാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നിന്നെ കണ്ടതെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ലാലിയും ചന്ദ്രയുമാണെങ്കിൽ വിജയശങ്കർ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയശങ്കറിനെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വീണ്ടും വിജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് കള്ളം പറയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഞാൻ കോടതിയിൽ നിന്ന് വന്നിട്ട് കുറെ നേരമായി. കോടതിയിൽ നിന്ന് വരുന്ന വഴി 2-3 കക്ഷികൾ കൂടെ ഉണ്ടായിരുന്നു. മായി കുറച്ചു നേരം സംസാരിച്ച് നിന്നുപോയി. അവരും പുതിയ കക്ഷികളാണ്. അപ്പോഴാണ് നീ എന്നെ വിളിച്ചത് ചന്ദ്രേ. സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കോൾ ഞാൻ കട്ട് ചെയ്ത് വിട്ടതെന്ന് വിജയശങ്കർ അങ്ങനെ നുണ പറയാണ്. അപ്പോ മനസ്സിലങ്ങനെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഏത് കക്ഷിയോടാണ് സംസാരിച്ചു നിന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അങ്ങനെയാണോ നിങ്ങൾക്ക് പുതിയ കക്ഷിയെന്ന് ആലോചിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ ചന്ദ്ര ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.